നിങ്ങളുടെ മുഖത്തുള്ള ഈ പാടുകൾ വെച്ച് നോക്കുമ്പോ ആ താലി പൊട്ടിക്കാൻ വേണ്ടി ഒരു വലിയ യുദ്ധം തന്നെ നടന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോ പോയ കാര്യം സക്സസ് ആയെന്ന് സാരം. പെട്ടെന്നിങ്ങ് തന്നെ ആ താലി എനിക്ക് തീയിലിട്ട് കരിച്ചു കളയണം. അപ്പൊ മാത്രമേ എന്റെ തലയിൽ തീ അടങ്ങും. സോറി മാഡം, പോയ കാര്യം നടന്നില്ല. വാട്ട്? അതെ മാഡം, ശരിക്കും ഉണ്ടായത് എന്താന്ന് വെച്ചാ പെണ്ണു വന്ന് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം നടന്നേനെ. അവള് കാണാൻ പൂച്ച കുഞ്ഞാണെങ്കിലും അലറിക്കോവി ആളെ വിളിച്ചു. നാണമില്ല ഇങ്ങനെ വന്ന് പറയാൻ? എല്ലാത്തിനും കാണാൻ പോത്തുപോലെ ഉണ്ടല്ലോ. ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി പോലും പൊട്ടിച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങൾക്ക്. അത് കെട്ടിയത് ആരാണെങ്കിലും കെട്ടിയത് നല്ല മുഹൂർത്തത്തിൽ തന്നെയാ മാഡം. അതുകൊണ്ടാ അവരുടെ ബന്ധത്തിന് ഇത്രയും ശക്തി. വേണ്ടാത്തത് വല്ലതും പറഞ്ഞാണ്ടല്ലോ ചെരുപ്പൂരി അടിക്കും ഞാൻ ഏൽപ്പിച്ച പണിയൊന്നും ചെയ്യാതെ കൊളാക്കി വന്നിട്ട് സെന്റിമെന്റ്സ് പറയാൻ വന്നിരിക്കുന്നു. അതല്ല മാഡം. വായ അടക്കുന്നുണ്ടോ? നിങ്ങളെ പിന്നെ വിശ്വസിച്ചത് എനിക്ക് പറ്റിയ അബദ്ധോ. ഒരുപാട് ആഗ്രഹിച്ച് ഇവിടെ കാത്തിരിക്കുമ്പോ അവൻ വന്ന് പറഞ്ഞ വാർത്ത കണ്ടില്ലേ? നിങ്ങളെ എല്ലാവരും വെടിവെച്ച് കൊല്ലാനാ തോന്നുന്നേ. നിങ്ങൾക്കൊക്കെ ഈ റേഞ്ചിൽ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ആവനിയുടെ ഫ്രണ്ട് സുജാതയായിരിക്കും. ആവനിക്ക് വേണ്ടി അവള് ചെയ്യുന്നതൊക്കെ കാണുമ്പോ ഭയങ്കര അത്ഭുതം തോന്നുന്നു. ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ നന്ദി. ഇനി പോവാൻ നോക്ക്. അടി കിട്ടിയ ഭാഗത്തൊക്കെ അച്ചിയോട് പറഞ്ഞ് കുഴമ്പിട്ട് തീരുമാനം നോക്കുപ്പോ. എന്താ ഇങ്ങനെ നോക്കുന്നേ? പോകാൻ. അല്ല, കാശ് കിട്ടിയില്ല. എന്താ? അത് തന്നെ മാഡം, ഞങ്ങക്ക് കിട്ടേണ്ട കാശ്. ജോലി നടക്കാതെ കൂലി എങ്ങനെ നൽകുക? തമാശ പറയുകയാണോ? അവസാന നിമിഷം ആരോ വന്ന് എന്റെ തലക്കടിച്ചിട്ട് ആവണിയെ രക്ഷിക്കുമെന്ന് മാഡം ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ പ്ലാനിൽ അതില്ലല്ലോ മാഡം. നേരത്തെ പറഞ്ഞിരുന്നേ ഞങ്ങളും ടൂൾസൊക്കെ ആയി റെഡിയായി നിൽക്കില്ലേ മാഡം? ഞങ്ങൾ വേറെ ജോലിക്കൊന്നും പോകാതെ ഞങ്ങളുടെ ടൈം മൊത്തം വേസ്റ്റ് ആക്കിയെന്ന് മാത്രമല്ല ഇഷ്ടം പോലെ തല്ലും കിട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശിങ് തന്നേര്. എടോ വിവരമില്ലാത്തവന്മാര്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോടാ? ഇങ്ങനെ ചോദിക്കുന്നൊന്നും ഒട്ടും ശരിയല്ല. ഞാൻ എന്തായാലും 1 രൂപ പോലും തരില്ല. നിങ്ങൾക്ക് പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്യ്. മാഡം, എന്താ? മര്യാദയ്ക്ക് പൈസ തരുന്നുണ്ടോ? പണി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പൈസയായിട്ട് ഞങ്ങൾ മടങ്ങും. ഇല്ലെങ്കിൽ പിന്നെ മാഡത്തിന് പണിയാവും. ഞാൻ പൈസയൊന്നും എടുത്തിട്ടില്ല. അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. നടക്കില്ല മാഡം, പേയ്മെന്റ് സ്പോട്ടിൽ തന്നെ കിട്ടണം. അത് തരാണ്ട് പോവാന്ന് കരുതിയാ മാഡത്തിന് അത് ബുദ്ധിമുട്ടായി തീരും. പൈസ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ വളയും കൂരി തന്നേര്. അത് വിറ്റ് ഞങ്ങൾ പൈസ ഉണ്ടായിക്കോളാം. മര്യാദയ്ക്ക് അത് തന്നോ? ഇത് എന്റെ വുഡ് എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റ് ആടാ താടി. ഇത് ഞാൻ എങ്ങനെ ഊരി തരിക? അതൊന്നും നടക്കില്ല. വള ഊരാണ്ട് നീ അവിടുന്ന് അനങ്ങൂല. അയ്യോ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകില്ല. എടാ, ആ വളയും കൂരി എടുക്കടാ. മര്യാദയ്ക്ക് വള തരാല്ലേ പറഞ്ഞേ. വെറുതെ മസിൽ പിടിക്കല്ലോ. ഓടിക്കണം. എടാ, എന്റെ വള തരാൻ. എടാ നിക്കാൻ. എന്റെ വള തന്നിട്ട് പോ. താലി പൊട്ടിക്കാൻ ഒന്നിനു പോലും അറിയില്ല. എന്റെ വള ഊരിക്കൊണ്ടു പോവാൻ അറിയാലോ എല്ലാത്തിനും.
വളയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോയാ ആരെങ്കിലും കണ്ടാ ചോദിക്കും. അപ്പോ ഞാൻ എന്ത് മറുപടിയോ കൊടുക്കുക? വേലിയിൽ ചുമ്മാ കിടന്നിരുന്ന പാമ്പിനെ എടുത്ത് ഒരു കാര്യമില്ലാതെ തോളിൽ വെച്ച പോലെ ആയല്ലോ എന്റെ അവസ്ഥ. എന്തൊരു കഷ്ടോ. ഛെ. ഇവൾക്കെന്താ എന്തോ ടെൻഷൻ ഉള്ളതുപോലെ, എന്തോ കാര്യമുണ്ട്. വളകൾ എവിടെ പോയി? നിക്ക്. എന്താ? എന്തിനാ നിക്കാൻ പറഞ്ഞേ? 1 മിനിറ്റ്. ആന്റി, അങ്കിൾ, എല്ലാവരും ഒന്നിങ്ങി പുറത്തേക്ക് വന്നേ. അവരെല്ലാവരും എന്തിനാ വിളിക്കുന്നേ? അവരെ വിളിക്കുന്നെങ്കിൽ കാര്യമില്ലാതിരിക്കില്ലല്ലോ. നീയൊന്ന് അടങ്ങ്. എന്ത് പറ്റി നിഹാരിക? ഞാൻ എന്റെ റൂമിലേക്ക് പോകുമ്പോ എന്നെ തടഞ്ഞു നിർത്തി എല്ലാവരെയും വിളിച്ചതാ. ഹോളിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. എന്തു പറ്റി മോളെ? നിഹാരികയുടെ അടുത്ത് മുമ്പുണ്ടായിരുന്നതും ഇപ്പൊ ഇല്ലാതിരുന്നതുമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. നിങ്ങളാരെങ്കിലും അത് ശ്രദ്ധിച്ചിരുന്നോ? ഞങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല മോളെ. ഞങ്ങളുടെ എന്തിനാ ഈ പസിൽസ്? നീ തന്നെ പറയും മോളെ. ശ്രീകർ സാർ കൊടുത്ത വളകള് നിന്റെ കയ്യിൽ കാണേണ്ടതല്ലേ? എന്നിട്ട് അതിപ്പോ കാണുന്നില്ലല്ലോ. പാമ്പിനെ പോലെ എത്ര പെട്ടെന്ന് ഇവള് കണ്ടെത്തിയത്. കഷ്ടകാലത്തിന് അവരുടെ മുമ്പിൽ തന്നെ പെട്ടല്ലോ. ആ വള എവിടെ പോയി നിഹാരിക? കറക്റ്റ് സമയത്താ ശ്രീകർ സാറ് നിങ്ങൾ വന്നത്. നിങ്ങളെങ്കിലും ചോദിക്ക്. എന്ത് ചോദിക്കാനാ? നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത വളകൾ എവിടെയെന്ന്. നിനക്ക് വേണ്ടി അവൻ ആദ്യമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ കൊണ്ടുവന്നതായിരുന്നു. കൂടാതെ അന്നത് കയ്യിൽ കൊള്ളാഞ്ഞിട്ടും സോപ്പൊക്കെ ഇട്ട് തേച്ച് പതപ്പിച്ചല്ലേ കയ്യിലിട്ടത്. വള എവിടെ നിഹാരിക? ശ്രീകരേട്ട, അത് ഇതെന്നൊന്നും പറയണ്ട. കാര്യം അങ്ങോട്ട് തുറന്നു പറയും. ഇല്ലെങ്കിൽ നീ പറയുന്നത് വരെ ഓരോന്ന് കേട്ട് വിഷമിക്കേണ്ടി വരും. ഒന്ന് പെട്ടെന്ന് പറ നിഹാരിക. പറയാൻ ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ വള നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? നിനക്ക് വേണ്ടി എത്ര ഇഷ്ടത്തോടെ വാങ്ങിച്ചതെന്നറിയോ? എന്നിട്ട് നീ അത് കൊണ്ടുപോയി കളഞ്ഞോ? നിന്റെ കയ്യിൽ അതിപ്പോ കാണുന്നില്ലെങ്കിൽ ഈ എന്നോടോ ഞാൻ നിനക്ക് തന്നെ ആ ഗിഫ്റ്റിനോടോ ഒരു തുള്ളി ഇഷ്ടം പോലും നിനക്കില്ലെന്നർത്ഥം, ശരിയല്ലേ? ഏട്ടനോട് എനിക്ക് സ്നേഹമില്ലാന്ന് മാത്രം പറയല്ലേ. ഏട്ടന് വേണ്ടി ഞാൻ ആരും ചെയ്യാത്ത യുദ്ധമൊക്കെ ചെയ്യുന്നത്. ഏട്ടന് വേണ്ടി ഞാൻ ചാകാൻ വരെ തയ്യാറാ. അവനോട് അത്ര സ്നേഹമാണെങ്കിൽ അവൻ സ്നേഹത്തോടെ തന്ന വളകൾ നീ എന്താ ചെയ്തേ മോളെ? മറുപടി പറയാ. എന്തു പറ്റിയെന്ന് അറിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പോയെന്നും പറയാൻ വയ്യ. മോഷണം നടന്നു എന്നും പറയാൻ പറ്റില്ല. ഇതിലേത് ഉത്തരം പറഞ്ഞാലും സാറ്റിസ്ഫൈഡ് ആകില്ല. എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഇത്ര പേര് ചോദിച്ചിട്ടും നീ എന്താ മിണ്ടാതിരിക്കുന്ന മോളെ? വഴിയിൽ ഇനി ഏതെങ്കിലും കുറുവാ സംഘം നിർത്തി തട്ടിക്കൊണ്ടു പോയതാണോ? അങ്ങനെയാണെങ്കിൽ ഉടനെ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം നിഹാരിക. പോലീസോ? അതെ, അവരോട് പറഞ്ഞ കള്ളനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാമല്ലോ. കള്ളനെ അല്ല, എന്നെയാകും പിടിക്കുക. എന്താ പറ്റിയ നിനക്ക്? എന്തിനാ എല്ലാവരെ കൊണ്ടും ഇത്ര വട്ടം ചോദിപ്പിക്കുന്നത്? എല്ലാവരും ഉള്ളപ്പോ പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എല്ലാവരും ഉള്ളപ്പോ പറയാൻ പറ്റാത്ത എന്താ ഇതിലുള്ളത്? ഉള്ളതൊക്കെ നമ്മളല്ലേ, ഒരു കുടുംബം തന്നെയല്ലേ. നിഹാരിക ചോദിച്ചതിന് ഉത്തരം പറയാത്തത് എത്ര വിഷമമുള്ള കാര്യമാണോ? ഞാൻ ഇഷ്ടത്തോടെ വാങ്ങിച്ചു കൊടുത്ത സമ്മാനം കളഞ്ഞത് അതിനേക്കാൾ വിഷമമുള്ള കാര്യമാണ്. ആ വളകള് എന്നെ സ്നേഹിക്കുന്ന വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. അവർക്ക് ആ സമ്മാനത്തിന്റെ വില മനസ്സിലായേനെ. ഒരു കാര്യമില്ലാതെ നിനക്ക് തന്നെ തന്നല്ലോ. അന്ന് നിങ്ങളാരും എന്നെ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു അമ്മേ. എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. ഞാനൊരു മറുപടി പറയാതെ 2 മിനിറ്റ് മിണ്ടാതെ നിന്നപ്പോഴേക്കും എല്ലാവരും ഒരുപാട് ടെൻഷനായി വെറുതെ എന്നെ ടെൻഷനാക്കുക. വള എവിടെയും കളഞ്ഞു പോയിട്ടൊന്നുമില്ല. അതൊക്കെ സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. എവിടെ? എന്റെ അമ്മയുടെ വീട്ടില്. നിന്റെ അമ്മയുടെ വീട്ടിൽ അതെങ്ങനെ എത്തിയത്? വിലയുള്ള സാധനങ്ങള് റെഗുലർലി ഉപയോഗിക്കാൻ പാടില്ലല്ലോ ശ്രീകരേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചാ പോരെ. അതുകൊണ്ടാ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് വന്നത്. ഈ കാര്യം എന്നാ നേരത്തെ പറയായിരുന്നല്ലോ. ഐഡിയ ഇപ്പൊ വന്നതായിരിക്കും. പൃഥ്വിരാജ് ചേട്ടോ, ഹാസ്യമാണ് നിഹാരിക, ഹാസ്യം. പോയി എടുത്തിട്ട് വാ. എങ്ങനെയും കവറായി എസ്കേപ്പ് ചെയ്തെന്ന് കരുതുമ്പോ ഇപ്പൊ കൊണ്ടുവരാൻ പറയുന്നത് എന്താ? പോയി എടുത്തിട്ട് വാ. എന്തിനാ ഏട്ടാ? അത് എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ വേണം. അത് എനിക്ക് എന്നും കണ്ടോണ്ടിരിക്കണം. വേഗം കൊണ്ടുവാ. ഇങ്ങനെ ഞാനിപ്പോ അത് കൊണ്ടുവരാനാടാ പൊട്ട. വാ നിഹാരിക, പോയി കൊണ്ടുവരാം. അളിയൻ ഇപ്പോ ഒരു സംശയരോഗി ആയിട്ടുണ്ടോന്നൊരു സംശയം. നാളെ ഞാനത് കൊണ്ടുവരാ ഏട്ടാ. പുറത്തു നിന്ന് ഒരുപാട് ടയേർഡായിട്ടാ വന്ന്. നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേടാ. ശരി, നാളെ രാവിലെ തന്നെ കൊണ്ടുവാ. പിന്നെ വേറൊരു കാര്യം, അതുപോലുള്ള ഡിസൈൻസ് വേറെ എവിടെയും കിട്ടില്ല. ഷോപ്പിലുള്ളവര് അതുപോലത്തെ മോഡൽസ് വരാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നാ പറഞ്ഞേ. അതല്ലാതെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാ അതെനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. അയ്യോ, ഞാൻ എന്തിനാ വേറെ വള കൊണ്ടുവരുന്ന ഏട്ടാ? അതിന്റെ കാര്യം എന്താ? അത് തന്നെ ഞാൻ കൊണ്ടുവരും. ഈ ആവനിക്കൊരു പണിയും ഇല്ലെന്നാ തോന്നേ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭൂതക്കണ്ണാടി വെച്ചാ നോക്കുന്നേ. നാളെ എന്തായാലും കൊണ്ടുവരണേ മോളെ. ഇല്ലെങ്കിൽ അവനത് വലിയ സങ്കടാവും മോളെ. വളകൾ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് വന്നതാണെന്ന് നിഹാരിക പറഞ്ഞതൊരു കള്ളമാണ്. എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അത് കയ്യിൽ തന്നെ ഇടുമെന്നല്ലാതെ അതൊരിക്കലും ഊരി വെക്കില്ല. എന്തോ ഉണ്ടായിട്ടുണ്ട്. അവനി, താനെന്താ ആലോചിക്കുന്നേ? നിഹാരിക ഇപ്പൊ പറഞ്ഞത് കളവാണെന്ന് തോന്നുന്നു ഏട്ടാ. അതേടോ, അവള് പറഞ്ഞൊക്കെ കള്ളവാ. നിഹാരിക പറഞ്ഞത് കളവാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? സത്യം എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. എന്താ സത്യം? വളകള് ശ്രീകരേട്ടന്റെ അടുത്ത് എങ്ങനെ എത്തിയത്? വളകൾ എന്റെ കയ്യിൽ എങ്ങനെ എത്തിയെന്നായിരിക്കും തന്റെ സംശയം, അല്ലേടോ? ഇവിടെ എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിക്കോ? ഒന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏട്ടാ. നിങ്ങൾക്കിത് എങ്ങനെ കിട്ടിയെന്ന് പറയട്ടാ. ഞാനിപ്പോ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എന്താ സംഭവിച്ചെന്നറിയോ?
സോറി സാർ, ഞങ്ങൾ അറിയാതെ ഇടിച്ചു പോയതാ സാർ. ഒന്നിക്ക്. എന്താ സാറേ ഇങ്ങനെ നോക്കുന്നേ? അല്ല, എന്തിനാ നിൽക്കാൻ പറഞ്ഞേ? ഈ വളകൾ നിനക്ക് എങ്ങനെ കിട്ടിയത്? അതെന്താ സാറേ അങ്ങനെ ചോദിച്ചേ? ഇതെന്റെയാ. നിന്റെ അല്ലാന്ന് എനിക്ക് അറിയാടോ. ഇത് നിനക്ക് എങ്ങനെ കിട്ടിയതെന്ന് മോജിയാദിക്ക് പറഞ്ഞു. നിന്റെ ഈ വെപ്രാളം കാണുമ്പോ ഉറപ്പായി ഇത് അടിച്ചു മാറ്റിയതാന്ന് എനിക്ക് തോന്നുന്നേ. മോജിയാദിക്ക് പറയുന്നത് നല്ലത്. ഇത് എവിടുന്നാണ് കിട്ടിയത്? ഇതുമായിട്ട് നിനക്കെന്താ ബന്ധം? മര്യാദയ്ക്ക് ഷട്ടിന്ന് കേട്ടുകളാ. നീ പറയുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോടാ? ഇന്ന് അല്ലെങ്കിൽ തന്നെ സമയം ശരിയല്ല. ഷട്ടിന്ന് വിളി സാർ. ഇപ്പൊ നീ പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ഞങ്ങൾക്ക് അറിയാവുന്നൊരു മാഡം തന്നതാ സാർ. നിനക്ക് തന്നതാണോ അതോ നീ തട്ടിപ്പറിച്ചാണോടാ? തട്ടിപ്പറിച്ചതാ സാറേ. എന്തിനാ അങ്ങനെ ചെയ്ത്? അവൾ അത്ര ഈസി ആയിട്ട് തരുന്ന ആളൊന്നുമല്ല. നിങ്ങളും അവളും തമ്മിൽ എന്താ ബന്ധം? പറയടാ. അത് നിങ്ങളറിയേണ്ട കാര്യമില്ല. ഇതെന്റെ നിങ്ങൾ ബലം പ്രയോഗിച്ചെടുക്കേണ്ട കാര്യം എന്താ സാർ? അതിതാ തരില്ല. എടാ, തരില്ലെന്ന്. സാറിന് വേണ്ടത് കൊടുക്കടാ. എടാ, പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടോടാ. വാ, ഓടാ, വേഗം വാ. അതാണോ നടന്നത്? അങ്ങനെ ഈ വള എനിക്ക് കിട്ടിയത്. വീട്ടിലെത്തിയ ശേഷം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിഹാരികയോട് വള എവിടെയാന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും താനാ കള്ളിയുടെ കാര്യം പിടിച്ചല്ലോ. അവളുടെ കയ്യിലെ വളകളില്ലാതിരിക്കുന്ന കണ്ടപ്പോ ഞാനാ ചോദിച്ചത്. നിഹാരിക എന്ത് ചെയ്യണോന്നറിയാതെ അങ്ങനെ കളവ് പറഞ്ഞതാ. ആ ഗുണ്ടകൾ വന്ന് വള അടിച്ചോണ്ട് പോയതെന്ന് അവള് സത്യം പറഞ്ഞില്ലല്ലോ. പക്ഷെ നാളെ അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുവരുമെന്ന് എങ്ങനെ എത്ര ധൈര്യത്തോടെ അവള് പറഞ്ഞത്? നമുക്ക് നാളെ വരെ കാത്തിരിക്കാന്നേ. അവൾ എന്ത് പ്ലാനാ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആ റൗഡികള് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാഞ്ഞതും പോരാ, ഈ വിധത്തിൽ എന്നെ ശരിക്കും പെടുത്തി കളഞ്ഞല്ലോ. പിടിച്ചോ അവനെ. താനെന്താണോ അങ്ങനെ നോക്കുന്നേ? നിഹാരിക ഇത്രയും ദിവസം ഇട്ടതുകൊണ്ടാണോ? അങ്ങനെയൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. എന്താന്ന് വെച്ചാ ഇത് ഞാൻ തനിക്ക് വേണ്ടിയിട്ടാ വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ കയ്യിലായി പോയി. സമയമാകുമ്പോ ചേരേണ്ട കാര്യങ്ങള് ചേരേണ്ട ആളുടെ അടുത്ത് തന്നെ വന്ന് ചേരും. കഴിഞ്ഞ ഉത്സവത്തില് അവിടുത്തെ അമ്മയുടെ വളകള് തനിക്കല്ലേ കിട്ടിയത്. ഇപ്പതേ ഈ വളകളും തന്നെ തേടി തന്നെ വന്നില്ലേ. അമ്മയുടെ അനുഗ്രഹം തന്നെയാടോ ഈ ഭർത്താവിന്റെ സമ്മാനം തനിക്ക് മാത്രമുള്ളത്, അല്ലാതെ കള്ളിക്കല്ല. പിടിക്കാവനി. ഇതാ, ഇത് പിടിക്ക്. ആ നിഹാരികയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷമേ നല്ലൊരു മുഹൂർത്തം നോക്കി താനിട്ടോ.
അത്രയും കാലം ഭദ്രമായിട്ട് എടുത്തു വെക്ക്. ഇന്ന് കുറച്ച് റൗഡികള് എന്റെ താലി തട്ടിപ്പറിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചിരുന്നു ഏട്ടാ. എപ്പോ? കറക്റ്റ് സമയത്ത് ചേച്ചി അവിടെ വന്ന് എന്റെ താലി സംരക്ഷിച്ചു. അപ്പോ നിഹാരികയുടെ കാര്യത്തില് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം അവനി.